ഇന്നി അറാഫിൽ മനാമി അന്നി അത് ബഹക്ക് ഫൻദുർ മാലാ തറ ഖാല യാ ബത്തി സൽമാ തുമർ സതജിദ്നി ഇൻഷാല്ലാഹു മഅ സാബിരീൻ. ആ സബറിന്നപ്പോൾ നമ്മൾ പോകുന്നത്, സബറിന്ന് നമ്മൾ പോന്ന് റബ്സിന്ന് പോന്നു ബസറിലേക്ക് എത്തി. അതാണ് നമുക്ക് ബസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബസീർ ആയിട്ടുണ്ടെങ്കിൽ മൂസയിലേക്ക് എത്തുമ്പോഴത്തേനാണ് ഒരാൾ ബസീറാകുക. അതുവരെ ഓൻ ബസീറാകണില്ല. സെമീറും ബസീർ, സെമീർ ഇബ്രാഹിമിലേക്ക് എത്തുമ്പോൾ സെമീ ആവും, ഇസ്മായിലേക്ക് എത്തുമ്പോഴത്തേനും സെമീ ആവും. പക്ഷെ ബസീർ ആകണമെങ്കിൽ മൂസയിലേക്ക് എത്തണം, അവനെ ബസീറാവുള്ളൂ. അല്ലെങ്കിൽ അവന് അഴമയാണ്, അന്ധനാണ്, ഫിറൗനാണ്. അതെ, അവന് അഴമയാണ്, അവന് ഫിറൗനാണ്. ഇത് ഞങ്ങൾക്ക് സുൽത്താനും മുബീനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഞാൻ പറയുന്നത്, ഈ സുൽത്താനും മുബീന് ഇബ്ലീസ് വാങ്ങിയതാണെന്നും പിന്നെ അത് മൂസ തിരിച്ചു വാങ്ങുകയാണെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അത് കൂടുതൽ പറയണില്ല. മൂസയാണ് ഫിറൗന്റെ അടുത്തേക്ക് സുൽത്താനും മുബീനും കൊണ്ട് പോണത്. യാ മാശറൽ ജിന്നി വല്ലിൻസി ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബി സുൽത്താൻ. അതാണ് സുൽത്താൻ. ഈ സുൽത്താൻ ആര് വാങ്ങി? അള്ളാഹുടേക്കെന്ന് ഇബ്ലീസ് വാങ്ങി. പോലെ ഞാൻ പഴപ്പിക്കും, അതിനുള്ള സുൽത്താനിന്റെ എനിക്ക് വേണമെന്ന്. ഈ സുൽത്താന് കൊണ്ട് ഇബ്ലീസ് ഇറങ്ങിയതാണ്. ആ ഇബ്ലീസ് നമ്മിൽ, ആ ഇബ്ലീസിൽ നിന്ന് ഈ സുൽത്താനിനെ, ഈ ആധിപത്യത്തെ ആരാണ് കൈക്കലാക്കുന്നത്? പിന്നെ മൂസയാണ് കൈക്കലാക്കുന്നത്. അതാണ് സുൽത്താൻ. അതൊരു കഥയാണ്, അതൊരു വലിയ കഥയാണ്. ഇബ്ലീസ് അള്ളാഹുടേക്ക് ആ സുൽത്താനും വാങ്ങിയതാണ്, ആളുകളെ പഴപ്പിക്കാൻ, അജ്ഞതയിൽ നിർത്താനുള്ള സുൽത്താൻ. ഈ സുൽത്താനിയത്ത്, ഈ ആധിപത്യം, മനുഷ്യബുദ്ധിയുടെ ഈ ആധിപത്യം മൂസക്ക് കിട്ടുന്ന സമയം എപ്പോഴാണോ അന്ന് പിന്നെ ഇബ്ലീസിന് സുൽത്താനില്ല. അതുവരെ അവൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും, അജ്ഞതയിലൂടെ മനുഷ്യനെ നയിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി, അറിവിന്റെ ആകാശങ്ങളുടെയും ഭൂമിയെയും മുന്നിട്ട് കടക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഈ ഇബ്ലീസിന്റെ സുൽത്താനില്ലാതെ, അത് നിങ്ങൾ തിരിച്ചു വാങ്ങാതെ നിങ്ങൾക്ക് അറിവിന്റെ, ജ്ഞാനത്തിന്റെ ആകാശ സീമകളിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ജ്ഞാനത്തിന്റെ ആകാശങ്ങളിലൂടെ, അറിവിന്റെ ആകാശങ്ങളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ സുൽത്താനില്ലാതെ സാധിക്കൂല. ആ സുൽത്താനെ നമ്മളാണ് ഏറ്റെടുക്കണം. ഇബ്ലീസിന്റെ കയ്യിൽ കൊടുക്കരുത്. ഇബ്ലീസിന്റെ കയ്യിൽ നമ്മുടെ സുൽത്താനിയത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് അജ്ഞതയിലൂടെ സഞ്ചരിക്കാം, വേറെ ഒരു നിവൃത്തിയില്ല. നമ്മളെയൊക്കെ സുൽത്താനും മുബീൻ ആരെ കയ്യിലാണ്? ശൈത്താന്റെ കയ്യിലാണ്. പിന്നെ അതൊന്ന് തിരിച്ചു വാങ്ങണ്ടേ? പക്ഷെ മൂപ്പരില്ലാതെ നടക്കൂല, അത് വേറെ കാര്യം. ഇബ്ലീസ് ഇല്ലാതെ നടക്കൂല, അത് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ. ഇബ്ലീസ് ഇല്ലാതെ നമുക്ക് ജീവിതമല്ല എന്ന് ഇബ്ലീസ് നമ്മളിൽ നിന്ന് മൂപ്പര് നമ്മളെ കൂടെ വേണം സംഗതി, എന്നാലേ നമ്മിൽ അള്ളാഹു പ്രവർത്തിക്കുള്ളൂ. അതിന് രണ്ട് ഓട്ടം വേണം. രണ്ട് ഓട്ടം ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര ഇട്ടാലും ഇത് വർക്കാവൂല. അതാണ് ഹമൂലത്ത്. ബലന്ത് ഹമൂലത്തിനെന്ന് പറഞ്ഞാൽ എന്ത് ആട് എന്നാ പറയാൻ? പെണ്ണാട്, ഹമൂലത്ത്. യഹ്മിലു മിൻ കുല്ലി സൗജൈനി, നൂഹിന്റെ കപ്പലിൽ കയറ്റിയതാണ് ഈ രണ്ടെണ്ണത്തിനെയും. അതാണ് ഹമൂലത്ത്. യഹ്മിലു ഫഹ്മിൽ മിൻ കുല്ലി സൗജൈനി, എല്ലാത്തിൽ നിന്നും നെഗറ്റീവും പോസിറ്റീവിനെയും നീ കയറ്റി നിന്റെ കപ്പലില്. അതന്നെ, അതാണ് ഹമൂലത്ത്, അതാണ് ഹമല, അതാണ് തഹ്മിൽ എന്ന് പറഞ്ഞ, യഹ്മിൽ എന്ന് പറഞ്ഞത് നീ കയറ്റ്, അതാണ് ഹമൂലത്ത്. അല്ലാതെ പെണ്ണാടൊന്നുമല്ല. പെണ്ണാട്, ഹമൂലത്ത്. ഓരോ മനുഷ്യനിലും ഹമൂലത്തുണ്ട്. അവന്റെ ചിന്തയിൽ, അവന്റെ ബുദ്ധിയിൽ അവൻ ഏറ്റി നടക്കുന്നുണ്ട്. ഇത് രണ്ടും വേണം. ഇബ്ലീസ് ഇല്ലാതെ സംഗതി നടക്കൂല. അപ്പോഴേ സത്യം എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇബ്ലീസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ നടക്കൂല. ഇബ്ലീസ് കൂടെ വേണം. ഒരാള് പറഞ്ഞു അൻസാരി ഇബ്ലീസിന്റെ പ്രവർത്തനം. ഞാൻ പറഞ്ഞു ഇബ്ലീസിന് പ്രവർത്തനം തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഇബ്ലീസിന് പദ്ധതി പ്രൊജക്ട് തയ്യാറാക്കണേ ഉള്ളൂ. ഇബ്ലീസ് ശൈത്താനേ ഉള്ളൂ പണി. ഇന്നഹൂമിൻ അമലി ശൈത്താനാണ്. അമലിലേക്ക് വന്നാൽ ശൈത്താനായി. ഇബ്ലീസ് വേറെ, ശൈത്താൻ വേറെ, അള്ള വേറെ, റബ്ബ് വേറെ. അമലു ശൈത്താനല്ലാതെ അമലു ഇബ്ലീസില്ല. ഇബ്ലീസിന് അമലില്ല. ഇബ്ലീസിന് മഷ്റൂ മാത്രമേ ഉള്ളൂ. പ്രൊജക്ട് തയ്യാറാക്കലേ ഉള്ളൂ. നോക്കൊരു പിന്നിലിരുന്നിട്ട് പ്രൊജക്ട് തയ്യാറാക്കും. അമലിലേക്ക് കൊണ്ടുവരുമ്പോ അത് ഈ ശൈത്താൻ. ഞങ്ങൾ ഖുർആൻ മുഴുവൻ പരിശോധിച്ചോളൂ. ഒരു പ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ അവൻ ശൈത്താനായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു കൊല്ലം സമയം തരാം, നിങ്ങൾ കൊടുന്നാൽ മതി. ഇബ്ലീസിന് പ്രവർത്തനം ഉണ്ടോന്ന്? ഇല്ല, ഇബ്ലീസിന് പ്രവർത്തനമില്ല. ഇബാവും ഇസ്തിക്ബാറും ഉള്ളു മൂപ്പർക്ക്. പരിപാടി നമ്മളെ അഹങ്കാരത്തിലേക്ക് പിന്നെ മടക്കി കൊണ്ടുപോകുന്ന പരിപാടി, വിസമ്മതം ബുദ്ധിയിൽ പ്രവർത്തിക്കണുള്ളൂ.
നമ്മുടെ കർമ്മരംഗത്തേക്ക് വരുമ്പോഴത്തേനും മൂപ്പര് ശൈത്താനായിട്ടുണ്ടാവും. അതാണല്ലോ ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അമലിൽക്ക് വന്നാൽ ശൈത്താനായി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കൊല്ലം ടൈം തരാം. ഞാൻ നിർത്തുകയാണ്. അതാണ് എല്ലാ അദ്ബഹന്നഹു. അപ്പോ ഞാന് ഫദ്ബഹു ബി ബക്കറത്തി ഫദ്ബഹു ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബക്കറത്തെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? മൂസ അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു അൻ തദ്ബഹു ബക്കറത്തൻ, ജ്ഞാനത്തിന് അറിവിന് നിങ്ങൾ കീഴ്പ്പെടുക, അറിവിന് കീഴ്പ്പെടുക. അല്ലാതെ പശുവിനെ അറുക്കുക എന്നല്ല, നിങ്ങൾ അറിവിന് കീഴ്പ്പെടുക. പിന്നെ ഫിറഔൻ പറഞ്ഞത് യുദബ്ബിഹൂന അബ്നാഅക്കും, ആ രാജ്യത്തെ ആൺകുട്ടികളെ അയാൾ കീഴ്പ്പെടുത്തുകയായിരുന്നു. പിന്നെ ഇബ്രാഹിം പറഞ്ഞത് ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹക, എന്റെ വിജ്ഞാനത്തിന്റെ പുരോഗതിയിൽ, വിജ്ഞാനത്തിന്റെ ഉയർച്ചയിൽ നിന്നെ എനിക്ക് കീഴ്പ്പെടുത്തുന്നതായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് നീ കീഴ്പ്പെടണം, എങ്കിലേ എന്റെ വിജ്ഞാനത്തിന്റെ പുരോഗതി പൂർണ്ണമാവുകയുള്ളൂ. എന്റെ കൂടെ നീ നിൽക്കണം. 2. പിന്നെ സുലൈമാൻ പറഞ്ഞത് ലാ അദ്ബഹന്നഹു, ഞാൻ ആ അറിവിന്, ആ തൊയറിന്, ആ ഹുദ്ഹുദിന് ഞാൻ കീഴ്പ്പെടുക തന്നെയില്ല. ഒരിക്കലും ഞാൻ അതിന് കീഴ്പ്പെടുകയില്ല. അല്ലെങ്കിൽ കീഴ്പ്പെടണമെങ്കിൽ വ്യക്തമായ തെളിവുമായിട്ട് അവർ വരട്ടെ, എന്നാൽ ഞാൻ ആ അറിവിന് കീഴ്പ്പെടാം. നമ്മളും അതന്നെയല്ലേ പറയുന്നത്, വ്യക്തമായ തെളിവ് കൊണ്ടുവരുന്നത് എന്നാൽ കീഴ്പ്പെടാം. അല്ലാത്തിടത്തോളം കാലം അജ്ഞതക്ക് കീഴ്പ്പെടാൻ നമ്മെ കിട്ടൂല.